മലയാളത്തിൻ്റെ നടൻ്റെ ജന്മദിനാശംസകൾ ഇന്ന് ഞങ്ങളുടെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ പേരിൽ ഞങ്ങൾ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിലമ്പൂർ ശ്യാം സുന്ദറാണ്, നിലമ്പൂർ സ്നേഹാലയം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലിൻ്റെ ജന്മദിനമാണിന്ന്. മലയാളികൾ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഭാഷ സംസാരിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കേരളീയരാവട്ടെ എല്ലാവരും ഇന്ന് നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ്റെ ആ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുകയാണ്. കാരണം അദ്ദേഹം വെറും ഒരു നടനല്ല, മറിച്ച് ഒരു രാജ്യ സുരക്ഷയുടെ ഒരു കാവലാൾ കൂടിയായ ഒരു കേണലും കൂടിയാണ്. ഈ മഹാനടൻ്റെ ഈ ജന്മദിനത്തിന് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ വിനീതമായ കൂപ്പുകൈ, അതുപോലെ തന്നെ സ്നേഹാലയത്തിലെ 47 അംഗങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കുകയാണ്. ശ്രീ മോഹൻലാൽ എല്ലാ അർത്ഥത്തിലും കഴിവുറ്റ അഭിനയ ചക്രവർത്തി തന്നെയാണ്. മലയാളത്തിൻ്റെ ഡാൻസ് ആവട്ടെ, പാട്ടാവട്ടെ, സംഗീതങ്ങളാവട്ടെ, അഭിനയമാവട്ടെ, ഏത് വേഷവും അനായാസേന ഇദ്ദേഹത്തിന് വഴങ്ങും എന്നതിൻ്റെ ഒരു അത്യുത്തമമായ ഒരു പ്രഗത്ഭ വ്യക്തി തന്നെയാണ് നമ്മുടെ ശ്രീ മോഹൻലാൽ. നിലമ്പൂർ സ്നേഹാലയത്തിൽ സന്ദർശിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ മോഹൻലാൽ. ശ്രീ മമ്മൂട്ടി അവരുകളെപ്പോലെ തന്നെ ഞാൻ നിലമ്പൂരിലെ സ്നേഹാലയത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ശ്രീ ലാലേട്ടനെ കാണാൻ പോവുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഗുരു എന്നൊരു സിനിമയും അഗ്നിദേവൻ എന്നൊരു സിനിമയിലും അപ്രധാനമായ വേഷം ഞാനും ചെയ്തിട്ടുണ്ട് ശ്രീ മോഹൻലാൽ ലാലേട്ടൻ്റെ കൂടെ. കാരണം ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തന്നെ എല്ലാവരോടും എത്ര സ്നേഹത്തോടെ കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം. ആ പെരുമാറ്റം അഹങ്കാരമില്ലാത്ത, ഇത്രയും വലിയ മഹാനടനാണെന്നോ വലിയ കോടീശ്വരനാണെന്നോ ഒരു തരത്തിലുമുള്ള ഒരു അഹങ്കാരമില്ലാത്ത നല്ലൊരു നടനാണ് ശ്രീ മോഹൻലാൽ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹം മലയാളികളുടെ ഒരു പ്രിയങ്കരനായ മെഗാസ്റ്റാർ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. നിലമ്പൂർ സ്നേഹാലയത്തിലെ ഈ കുട്ടികൾക്ക് വേണ്ട വർഷത്തിൽ 5 ദിവസത്തെ അന്നദാനമാണ് ശ്രീ മോഹൻലാൽ നമ്മൾക്ക് വേണ്ടി ആൻ്റണി പെരുമ്പാവൂരുമായി ചേർന്ന് അദ്ദേഹത്തിൻ്റെ മീഡിയേറ്ററായിട്ട് അദ്ദേഹം നമ്മുടെ സ്നേഹാലയത്തിലേക്ക് വരികയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾക്കുള്ള ഭക്ഷണവും എല്ലാം നമ്മുടെ ശ്രീ ലാലേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ മാസത്തിലും 2 മാസം കൂടുമ്പോഴാണ് നമ്മൾക്ക് 5000-10000 രൂപ വീതം നമ്മൾക്ക് അന്നദാനത്തിന് അദ്ദേഹം അയക്കാറ്. അത് നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം 5000 രൂപയാണോ 5 രൂപയാണോ എന്നുള്ളതല്ല, ആ മഹാനടൻ്റെ ഒരു ചെറിയൊരു സംഭാവന എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ് നിലമ്പൂർ സ്നേഹാലയത്തിന്. അത് മാത്രമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ അഭിനയം എല്ലാവർക്കും അറിയാമല്ലോ. എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ നടന ആ വിസ്മയത്തെ നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹത്തെ പോലൊരു ഇതിഹാസമായ ആ ഒരു നടന ചക്രവർത്തിക്ക് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ പാദ നമസ്കാരം, എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. മാത്രമല്ല, നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ പുതുവാദ്യാർമഠം കൊട്ടാരം കുടുംബക്ഷേത്രമായ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി വിളക്കും അതുപോലെ മാലയും പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ പാൽപ്പായസവും നേർന്ന വിവരവും കൂടി നിലമ്പൂർ സ്നേഹാലയം വിനീതമായി സ്നേഹപൂർവ്വം എല്ലാ മലയാളികളുമായിട്ട് അറിയിച്ചു കൊള്ളുകയാണ്. നമസ്കാരം. താങ്ക് യു ലാലേട്ടാ. താങ്ക് യു.